എനിക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ മിസ്റ്റർ വിനീത് ശ്രീനിവാസനോടാണ്. ഇപ്പോഴത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഹിറ്റായ മൂവീസിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു ഫിലിം ഹിറ്റ് ആവുമെങ്കിൽ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു എസൻസ് പോലത്തെ ഒരു സാധനമാണ് റൊമാൻസ് അല്ലെങ്കിൽ ലവ്. അതേപോലെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ മൂവി ഇറക്കി ഇതിനകത്ത് റൊമാൻസിന് വലിയ വാല്യൂ കൊടുക്കാതെ നായിക എന്ന് പറയുന്നത് വെറും ഒരു പേരിന് വേണ്ടി മാത്രം ആഡ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രം പോലെ. അപ്പോൾ അങ്ങനെ ഒരു ഫിലിം ഇറക്കുകയും അത് ഇത്രയും വലിയ ഹിറ്റ് ആവുകയും ചെയ്ത് തീർച്ചയായും താങ്കളുടെ കഴിവുകൊണ്ടാണ്. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് കൊള്ളുന്നു. പിന്നെ മൂവി തുടങ്ങുമ്പോൾ തന്നെ ഒരു കാഷ്വൽ ടോക്കിൽ ദേ ടോക്ക് അബൌട്ട് ലവ് ഫെയിലിയർ റൈറ്റ്. അപ്പോൾ അതിനകത്തൊരു നല്ലപോലെ കയ്യടി ആയിട്ട് ഒരു ഡയലോഗുണ്ട്. സ്ത്രീ ഒരു കടലാണിടാ, ആയിരക്കണക്കിന് പുരുഷന്മാർ ദിവസവും മുങ്ങി മരിക്കുന്ന കടൽ. എൻ്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ ഒരു മൂവി ഇറക്കാൻ, അതായത് സ്ത്രീ കഥാപാത്രത്തിന് വലിയ വാല്യൂ കൊടുക്കാണ്ടും ലവിനൊന്നും അതൊക്കെ ഇത്തിരി മാറ്റി നിർത്തി ഇങ്ങനെ ഒരു ഫിലിം ഇറക്കാൻ ഉണ്ടായ കാരണം എന്താണ്? താങ്കളുടെ ലൈഫിൽ ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് അനുഭവം ഗുരുവായതല്ലേ? സ്ത്രീകളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള പുരുഷന്മാരെല്ലാവരും സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയായിരിക്കും. സ്ത്രീകളോട് ബഹുമാനമില്ലാത്ത ആണുങ്ങളില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിനിമയിൽ ഈ സ്ക്രീൻ സ്പേസ് കൂടുതൽ 5 നായകന്മാർക്കാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ സിനിമയിലെ പ്ലോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്തോഷം പ്രകാശനം തമ്മിലുള്ള സ്പർദ്ധയാണ്. അതാണ് ഈ പടത്തിൻ്റെ വിഷയം. ഇവരുടെ ഇടയിലുള്ള ആ ഒരു ഫ്രിക്ഷൻ സോൾവ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണ്. അപൂർവ ചെയ്ത രേവതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിലോ സിനിമയിലോ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ പുരുഷന്റെ ഡയലോഗ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ആ സമയത്ത് റിഫ്ലക്ഷൻ. മദ്യപിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ചില മണ്ടത്തരങ്ങളൊക്കെ പറയും, അത് നിങ്ങൾ ക്ഷമിക്കും, അത്രേ ഉള്ളൂ. ഇനി ഇതേ പാട്ട് പാടി തുടങ്ങിയാലോ? ഷാൻ നന്നായിട്ട് പാടും. ഞാൻ ഏതായാലും പടത്തിൽ കാത്ത് എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിവിടെ പാടുന്നില്ല, നമ്മുടെ മാന്യമഹാജനങ്ങളെ പാടാം. അപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? ഒരുമിച്ച് പാടുമോ? എല്ലാരും ഒരുമിച്ച് പാടണം. മാന്യമഹാജനങ്ങളെ, മാന്യത മൂടുപടം മാറ്റണേ, യൗവന കാലമതി മധുരമേ, ഉന്മാദലഹരിയിലാറാടണേ. 14 ലോകത്തും നമുക്കിന്ന് വെള്ളിക്കോടി വാരിക്കണം. മാനത്തെ താരകങ്ങൾ മാനിച്ചു തല താഴ്ത്തും മലർവാടിക്കൂട്ടം നാം. തന്താനാരേ 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 തന്താനാരേ. മാന്യമഹാജനങ്ങളെ, മാന്യത മൂടുപടം മാറ്റണേ, യൗവന കാലമതി മധുരമേ, ഉന്മാദലഹരിയിലാറാടണേ. മാന്യമഹാജനങ്ങളെ, മാന്യത മൂടുപടം മാറ്റണേ, യൗവന കാലമതി മധുരമേ, ഉന്മാദലഹരിയിലാറാടണേ. ഹോൾമാർക്ക് ജ്വല്ലറി റെസ്റ്റോറന്റ് മോളുടെ കല്യാണം